ഹലോ ഗൈസ്, ഓഫീസിൽ നടന്ന ഒരു കൊലപാതകം. അയാളോട് എല്ലാവർക്കും ദേഷ്യം തന്നെയാണ്. പക്ഷെ ഈ ദേഷ്യമുള്ള ആൾക്കാരിൽ ആരാണ് അയാളെ കൊന്നിരിക്കുന്നതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എന്തായാലും ഇന്നൊരു നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സസ്പെൻസ് ഉള്ള നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്ന തരത്തിലുള്ള ഒരു മൂവിയാണ് നോക്കാനായിട്ട് പോകുന്നത്. മൂൺറാം കണ്ണ് എന്ന് പറഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് റിലീസ് ആയതാണ്. അധികം പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ നമുക്കൊരു ഡിസ്ക്ലെയിമർ തരുന്നുണ്ട്. ഈ കൊലപാതകത്തിലെ പ്രതികളെ നമ്മ തന്നെ വേണം കണ്ടുപിടിക്കാനായിട്ട്. അതിന് പോലീസുകാരും വരെയില്ല, ഹീറോസും ഹീറോയിൻസും ഒന്നും വന്ന് അന്വേഷിക്കുകയില്ല. നമ്മളുടെ മനസാക്ഷിക്ക് എന്താണ് തോന്നുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിന്റെ കുറ്റവാളി ഉണ്ടായിരിക്കുക. ഒരു ഫാക്ടറിയില് അവിടുത്തെ GM ആയിട്ടുള്ള സദാശിവൻ എന്ന് പറഞ്ഞ ഒരാള് മെഷീൻ റൂമിൽ കൊല്ലപ്പെട്ട് കിടക്കുന്നതായിട്ട് അവിടെയുള്ള വർക്കേഴ്സ് എല്ലാവരും കാണുന്നുണ്ട്. അവരും അത് പേടിയോടെ തന്നെ പോലീസിനെ അറിയിക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഇപ്പൊ കാണിക്കുന്നത് സസ്പെക്ട് ആയിട്ടുള്ള വേറൊരാളെയാണ്. ദിലീപ് എന്നാണ് അയാളുടെ പേര്. ദിലീപൻ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലായിട്ട് വന്ന് കിടക്കുന്നുണ്ട്. അവൻ ഭയങ്കര മൂഡൌട്ടിലായിരുന്നു. അവന്റെ ഭാര്യ അവനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഭാര്യ ഇവനും തമ്മിൽ വലിയ യോജിപ്പൊന്നുമില്ല. സംഭവം എന്താന്ന് വെച്ചാൽ ഈ ദിലീപന് ശബ്ദം കേൾക്കുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. അവനൊരു വലിയ വീട്ടിലെ പയ്യനാണ്. ഇവളെ കല്യാണം കഴിച്ച പിന്നെയാണ് വീട്ടുകാർ അവനെ പുറത്താക്കിയിട്ട് ഇപ്പൊ അവനിങ്ങനെ കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നത്. ആ ഒരു വലിയ വീട്ടിൽ വളർന്നോണ്ട് തന്നെ അവനക്ക് ശബ്ദങ്ങളൊന്നും അങ്ങനെ കേൾക്കേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഈ വാതിലടിയുന്ന ശബ്ദവും കൾച്ചർ ഇല്ലാത്ത ഓരോരുത്തരുടെ വർത്താനവും ഒന്നും അവനക്ക് തീരെ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. ഭാര്യയോട് പോലും ഒച്ചത്തിൽ സംസാരിക്കല്ലേ, പതിയെ പറ എന്നാണ് അവൻ പറയുന്നത്. കുട്ടിയുടെ കരച്ചിൽ പോലും അവനക്ക് പറ്റില്ലായിരുന്നു. ഭാര്യ അതെല്ലാം പറഞ്ഞ് അവനെ വഴക്ക് പറയുന്നുണ്ട്. ഓഫീസിലും ഇതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ട സദാശിവന്റെ സെയിം ഫാക്ടറി തന്നെയാണ് ദിലീപനും വർക്ക് ചെയ്യുന്നത്. ഈ സദാശിവൻ എന്ന് പറഞ്ഞാൽ ഒരു തല്ലിപ്പൊളി ക്യാരക്ടറാണ്. അവർക്ക് ആരോടും ഒരു ബഹുമാനവും ഇല്ല, എല്ലാവരോടും ഒരു താഴ്ത്തി കെട്ടുന്ന പെരുമാറ്റമാണ്. അവൻ ഭയങ്കര ശബ്ദത്തിലാണ് സംസാരിക്കുക. മാത്രമല്ല ഫോണിൽ പാട്ട് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ദിലീപന് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. അവൻ എത്ര പറഞ്ഞിട്ടും നീ നിന്റെ പണി നോക്ക്, എന്റെ പാട്ട് ഓഫ് ചെയ്യിക്കാനായിട്ട് നീ വരണ്ട, നിന്നെക്കാളും വലിയ പൊസിഷനിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ദിലീപിന് അവൻ ചീത്ത പറയായിരുന്നു. രാത്രി ഉറങ്ങുമ്പോ പോലും അവനക്ക് ഫാനിന്റെ ശബ്ദവും ജനല് തുറന്നിട്ട് പുറത്തുള്ള സൗണ്ടും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്ത് കിടക്കാണ്. പക്ഷെ ഭാര്യ ചൂടെടുത്തിട്ട് ഫാൻ ഇല്ലാതെ കിടക്കാനും പറ്റുന്നില്ല. അവൾ എണീറ്റ് ഫാൻ ഇടുന്നുണ്ട്. ഇതന്നെ ഇവർക്കിടയിലെ വലിയ പ്രശ്നമാണ്. ആ ഒരു ഫാക്ടറിയിൽ ഒരു ഒഴിവുണ്ടായിരുന്നു. സദാശിവൻ ഹരിണി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സദാശിവൻ ഭയങ്കര കുഴഞ്ഞ ആടിയൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ സമയത്ത് അവൻ ഇരുന്നിരുന്നത് ദിലീപിന്റെ സീറ്റിലായിരുന്നു. അവന്റെ സീറ്റ് ഇതുവരെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും ദിലീപൻ ഒരു വിലയും കൊടുക്കാതെ നീ എവിടെങ്ങൾക്കും പൊക്കോ, നിന്റെ സീറ്റിൽ ഞാൻ ഇരിക്കുന്നുള്ള അഹങ്കാരത്തോടെയാണ് സദാശിവൻ അവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത്. ദിലീപനും ദേഷ്യം വന്ന് അവിടെ നിന്ന് പോകുന്നുണ്ട്. ക്ലീൻ ചെയ്യാൻ നിന്ന ആള് ദിലീപനോട് വന്ന് സോറി ചോദിക്കുന്നുണ്ട്. നേരത്തെ ടേബിള് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കാത്തോണ്ട് തന്നെ ഇപ്പൊ ദേഷ്യപ്പെട്ട് വന്ന ദിലീപനോട് സദാശിവൻ, നിന്റെ കസാരയിൽ ഞാൻ ഇരുന്നോണ്ടാണോ നീ ദേഷ്യപ്പെടുന്നത്? നിന്നേലും വലിയ പൊസിഷനിലല്ലേ ഞാൻ ഇരിക്കുന്നത്, നീ വേണമെങ്കിൽ എന്റെ കസാരയിൽ കയറിയിരുന്നോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ എന്നെല്ലാം ചോദിച്ച് കളിയാക്കാണ്. അവൻക്ക് ഓൾറെഡി സദാശിവനോട് ഇഷ്ടേ ഉണ്ടായിരുന്നില്ല. ഇന്ന് ദിലീപനോട് അവന്റെ ഭാര്യ നല്ല പെരുമാറ്റമായിരുന്നു. അവര് നല്ല സ്നേഹത്തോടെ ഒക്കെ വരുന്നുണ്ട്. ആ സമയത്താണ് ദിലീപന് ഈ ഒരു ജോലി പറ്റുന്നില്ല എന്നും ഈ ജോലി വിട്ടോട്ടെ എന്നും ചോദിക്കുന്നത്. എന്നാൽ ഭാര്യ അതിന് സമ്മതിക്കുന്നില്ല. ഇവനും കൂടി ജോലിക്ക് പോകാതിരുന്നാല് കുടുംബ ചെലവൊക്കെ വലിയ പ്രശ്നമാവും. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടി ഒരു ജോലിക്ക് പോകാം, എന്റെ അമ്മ ഇവിടെ വന്ന് നിന്നോട്ടെ, കുട്ടീനെ അപ്പൊ അമ്മ നോക്കിക്കോളും എന്ന് അവള് പറയുന്നുണ്ട്. പക്ഷെ ദിലീപൻ അത് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം അമ്മ ഭയങ്കര ഒച്ചയായിരുന്നു. ആ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റാത്ത കാരണമാണ് അവൻ അങ്ങനെ പറഞ്ഞത്. പിറ്റേ ദിവസം ദിലീപൻ ഫാക്ടറിയിൽ വന്നിട്ട് ആ ഒരു മെഷീനറീസിന്റെ സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റാതെ ചെവിട് പൊത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് MD ആയിട്ടുള്ള പ്രകാശ് വരുന്നുണ്ട്. പ്രകാശൻ ദിലീപനെ വിളിച്ചിട്ട് അവൻക്ക് GM ആയിട്ട് പ്രമോഷൻ കിട്ടാൻ പോകുന്നു എന്നും സദാശിവൻ അങ്കിളിനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പോകുന്നു എന്നും പറയുന്നുണ്ട്. ദിലീപനപ്പൊ ഹാഫ് ഡേ ലീവ് MDയോട് ചോദിച്ചിട്ട് പോകാനായിട്ട് ഒരുങ്ങാണ്. ആ സമയത്ത് അവിടേക്ക് സദാശിവൻ വരുന്നുണ്ട്. അവനോട് ലീവ് എടുക്കണ്ട, പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഒന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞയക്കുന്നുണ്ട്. ആ ദേഷ്യത്തിലാണ് ദിലീപൻ അവിടെ നിന്ന് പോകുന്നത്. വരുന്ന വഴിക്ക് ഷൺമുഖം എന്ന് പറഞ്ഞ ഒരാളുടെ മേത്ത് അവൻ തട്ടുന്നുണ്ട്. ആ ദേഷ്യം ഷൺമുഖനോട് അവൻ തീർക്കാണ്. അവരുടെ ഐഡന്റിറ്റി കാർഡ് തമ്മിൽ നിലത്ത് വീഴുന്നുണ്ട്. രണ്ടുപേരും അതെടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഷൺമുഖൻ ഇപ്പോ ID കാർഡ് വെരിഫൈ ചെയ്ത് പുറത്തേക്ക് പോകുന്നത് ദിലീപൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ സ്റ്റോക്ക് എല്ലാം കറക്റ്റ് ആയിട്ട് നോക്കാണ്. അതിനുശേഷം സദാശിവനോട് അതിനെപ്പറ്റി പറയാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ അയാൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഈ ദേഷ്യത്തില് സദാശിവനെ പിടിച്ച് അവനൊന്ന് തള്ളുന്നുണ്ട്. ആ ഒരു തള്ളലിലാണ് അവൻ മരിച്ചുപോയത്. ഇതുകൊണ്ട് തന്നെ പേടിച്ച് അവൻ ബാഗ് കൊടുത്ത് അവിടെ നിന്ന് വേഗം തന്നെ പോകാണ്. സദാശിവൻ മരിച്ചു കിടക്കുന്ന കണ്ട വർക്കേഴ്സ് ആ വിവരം അവന്റെ ഭാര്യയെ വിളിച്ചറിയിക്കുന്നുണ്ട്. അവൻ കഴിക്കാനിരുന്നിരുന്ന ഉപ്പുമാവ് പോലും കഴിക്കാതെയാണ് അവൻ മരിച്ചു പോയിരിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ സസ്പെക്ട് ആയിട്ടുള്ള ഹരിണിയെയാണ് കാണിക്കുന്നത്. ഹരിണിയുടെ അമ്മ കല്യാണത്തിന് ശേഷം 4 മാസം മാത്രമേ ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇവര് രണ്ടുപേരും ഒത്തുപോവാതെ ഡിവോഴ്സ് ആവാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അവളുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഈ ഭർത്താവിന്റെ രണ്ടാം ഭാര്യ ഇവൾക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നതിന് ശേഷം ഇനി എന്നെ വിളിച്ച് ശല്യം ചെയ്യരുതെന്നും ഇനി നഷ്ടപരിഹാരം
ചെയ്യാനൊന്നും തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവൾക്ക് 2 പെൺകുട്ടികളാണ് ഉള്ളത്. ഹരിണി ഇപ്പൊ പഠിപ്പെല്ലാം കഴിഞ്ഞിരിക്കല്ലേ, അവൾക്ക് നിന്നെ നോക്കാനായിട്ടുള്ള കഴിവുകളെല്ലാം ആയിട്ടുണ്ടെന്നും പറഞ്ഞ് ആ ഒരു പെണ്ണ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹരിണിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ജാൻസി. ജാൻസിയോട് ചോദിച്ചിട്ടാണ് അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. ജാൻസി ഇപ്പൊ പറയുന്നത് ആ ഒരു സ്ത്രീയും പറയുന്നത് ശരി തന്നെയല്ലേ, അവർക്കും ഇനി ജീവിക്കണ്ടേ, അച്ഛൻ തരാനുള്ള പൈസ എത്രയെന്ന് വെച്ചാൽ അവർക്ക് തരാൻ പറ്റുന്നതാണ്. ഈ ഒരു കാര്യം അമ്മയോട് വന്ന് ഹരിണി പറയുമ്പോ അമ്മക്ക് ഇത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹരിണി ജോലിക്ക് പോകാനെല്ലാം തയ്യാറായിരുന്നു. അമ്മക്ക് ജാൻസി ആയിട്ട് ഇവളിങ്ങനെ ഫ്രണ്ട്ഷിപ്പ് വെക്കുന്നതൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് വേണ്ടെന്നല്ല അമ്മ പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇപ്പോ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഹരിണി സദാശിവന്റെ അടുത്തേക്ക് എത്തിയത്. സദാശിവൻ ഭയങ്കര ആടിക്കൊഴഞ്ഞൊക്കെയാണ് സംസാരിക്കുന്നത്. സംസാരത്തിനിടയിലാണ് ഇവര് രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്ന് തന്നെയാണ്, അതായത് ഇവരുടെ നാട് രണ്ടും ഒന്ന് തന്നെയാണെന്നുള്ള സദാശിവന് മനസ്സിലാവുന്നത്. അവൻ എന്തോ മനസ്സിലായ മട്ടില് നമ്മളെല്ലാവരും പരിചയക്കാരല്ലേ, നിനക്ക് തന്നെ ഇവിടുത്തെ ജോലി തരാമെന്ന് പറഞ്ഞിട്ടാണ് അവളെ പറഞ്ഞയക്കുന്നത്. തനിക്ക് എന്തായാലും ജോലി കിട്ടുമെന്നുള്ള ഉറപ്പിലായിരുന്നു ഹരിണി. അത് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ജാൻസിയോട് സന്തോഷത്തോടുകൂടി പറയുന്നുമുണ്ട്. പക്ഷെ അമ്മ മാത്രം എന്തോ ആ ഒരു ഫാക്ടറിയിൽ ജോലിക്ക് പോകണ്ട, ദൂരം കൂടുതലാണെന്നാണ് പറയുന്നത്. ആ സമയത്ത് ആരോ കോണിമ്പെല്ലാം ഒന്ന് അടിക്കുന്നുണ്ട്. ആരാന്ന് പോയി നോക്കുമ്പോ സദാശിവനായിരുന്നു അത്. അവൻ ഈ വഴിക്ക് എവിടേക്കോ പോകുന്ന നേരത്ത് അഡ്രസ് പറഞ്ഞായിരുന്നല്ലോ, അങ്ങനെ കേറിയതാണെന്നാണ് പറയുന്നത്. അമ്മക്ക് സദാശിവനെ കണ്ട് എന്തോ ഒരു നെട്ടല് വരുന്നുണ്ട്. ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ സദാശിവൻ എനിക്ക് കുറച്ച് പാക്ക് ചെയ്ത് തരുമെന്ന് ചോദിച്ചു വാങ്ങുന്നുണ്ട്. അവൻക്ക് ഒരു ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോകുന്ന സമയത്ത് ഹരിണി താഴെ വരെ പോയി കാറിൽ സദാശിവനെ യാത്ര അയക്കാണ്. ആ കാർ അവള് നന്നായി തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഹരിണിയോട് ജാൻസി പറയുന്നുണ്ട് സദാശിവന്റെ പെരുമാറ്റം അത്ര നല്ലതൊന്നല്ല, അതുകൊണ്ട് നീ ആ ഒരു ജോലിക്ക് പോകണ്ടെന്ന്. അവളും അതിന് സമ്മതിക്കാണ്. അമ്മയെ ഡോക്ടറെ അടുത്ത് കൊണ്ടുവരുന്ന സമയത്താണ് അമ്മക്ക് ഉടനെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യണമെന്നും അതിനൊരു സർജറി വേണമെന്നും അറിയുന്നത്. ജാൻസിയാണ് എല്ലാ സമയത്തും അവൾക്ക് ഫണ്ട് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാറുള്ളത്. ഈ സമയം ജാൻസി തന്നെയാണ് ഹരിണിക്ക് ഫണ്ട് കൊടുക്കുന്നത്. ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് ഷൺമുഖൻ ആരെയോ പൊക്കിയെടുത്ത് വരുന്നുണ്ടായിരുന്നു. ഷൺമുഖൻ നന്നായി തന്നെ ഹരിണിയെ ഒന്ന് നോക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ തന്റെ മകളെ വിളിച്ചെണീപ്പിച്ച് ആ ഒരു അമ്മയാണെന്ന് വെച്ചാൽ ജാൻസി നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ഈ അമ്മയുടെ നമ്പർ ജാൻസിന്റെ ഉണ്ടെന്ന് തന്നെ ഹരിണി ഇപ്പോഴാണ് അറിയുന്നത്. കാരണം ഇവര് രണ്ടുപേരും ഒട്ടും നല്ല കണക്ഷനിലായിരുന്നില്ലല്ലോ. അവള് നിന്നെ വിളിക്കുന്നുണ്ട്, നീ വേഗം ചെല്ലെന്ന് പറഞ്ഞ് ഹരിണിയെ അമ്മയാണ് ജാൻസിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നത്. അവളുടെ ഫോണിൽ കാണുക ഒട്ടും കോള് വന്നിട്ടില്ല. കിട്ടാത്തോണ്ടായിരിക്കുമെന്നാണ് അവൾ കരുതുന്നത്. റോഡിലൂടെ പോകുന്ന സമയത്ത് അവൾ ഏതോ ഒരു വണ്ടി വന്നിരിക്കുന്നുണ്ട്. അവള് ചെറിയ നിഴലിൽ ആ ഒരു വണ്ടി കാണുന്നുണ്ട്. പിന്നീട് അവള് കണ്ണ് തുറക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഉള്ളത്. മാത്രമല്ല അവളുടെ ശരീരമെല്ലാം വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ ആരോ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ചുറ്റുപാടും നോക്കുമ്പോഴാണ് അവളുടെ ബാഗ് അവൾക്ക് കിട്ടുന്നത്. നേരെ അവൾ അവളുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് വന്ന് ഈ ഒരു വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. ജാൻസി അപ്പൊ തന്നെ പോലീസിൽ അറിയിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് പോലീസിൽ അറിയിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാന്നാണ് ഹരിണി പറയുന്നത്. അവള് കുളിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇത് ആരാണ് ചെയ്തതെങ്കിലും അവര് വെറുതെ വിടില്ല എന്ന് ഹരിണിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ആരാണ് ഇവളോട് ഈ ഒരു ക്രൂരത ചെയ്തതെന്ന് അവൾക്ക് ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ജാൻസി സദാശിവന്റെ കാര്യം ചോദിക്കുന്നത്. ഹരിണിക്ക് അപ്പോഴാണ് ആ ഒരു കാറിന്റെ കാര്യം ഓർമ്മ വരുന്നത്. സദാശിവന്റെ കാറിന്റെ ബാക്കിലുള്ള ആ ഒരു സ്റ്റിക്കർ തന്നെയാണ് തന്നെ എടുത്തുകൊണ്ട് പോയ അയാളുടെ കാറിന്റെ ബാക്കിൽ ഉണ്ടായിരുന്നതെന്ന് ഹരിണിക്ക് ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ അയാൾ തന്നെയാണ് തന്നെ റേപ്പ് ചെയ്തതെന്നും മനസ്സിലാവുന്നുണ്ട്. അമ്മയോട് വരാൻ ലേറ്റ് ആകുമെന്ന് വിളിച്ചു പറയണമായിരുന്നു. പക്ഷെ ഹരിണിയുടെ ഫോണിൽ പൈസ ഇല്ലാത്തോണ്ട് തന്നെ ജാൻസിയോടൊന്ന് വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ജാൻസിയുടെ കയ്യിൽ അമ്മയുടെ നമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അമ്മ തന്നെ നുണ പറഞ്ഞിട്ടാണ് ജാൻസിയുടെ അടുത്തേക്ക് അയച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. എന്തിനാണ് അമ്മ നുണ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അമ്മയുടെ അടുത്ത് വന്ന അവള് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. ആ സമയത്താണ് അമ്മ യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്ന് പറയുന്നത്. സദാശിവനും ഈ ഒരു അമ്മയും തമ്മിൽ പണ്ട് സ്നേഹത്തിലായിരുന്നു. സദാശിവൻ വലിയ പൈസക്കാരനായതുകൊണ്ട് തന്നെ സദാശിവന്റെ അച്ഛൻ ഈ ഒരു കല്യാണത്തിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇവര് പിരിയാണ് ചെയ്തത്. ഹരിണി വീട്ടിലില്ലാത്ത സമയത്ത് അയാൾ വന്ന് അമ്മയോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. മകൾ അറിയണ്ട, നമുക്ക് ഈ ഒരു ബന്ധം തുടരാമെന്ന് പറയുന്നുണ്ട്. അത് മാത്രല്ല വരുമ്പോ അവൾ ഉണ്ടാക്കിയ ഉപ്പുമാവും കൊണ്ടുമാണ് അവൻ പോകാറ്. ഒരു ദിവസം അതുപോലെ തന്നെ അവൻ ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്ന സമയത്ത് രാവിലെ വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയും തന്റെ മകൾക്ക് ഒരു കുഴപ്പവും പറ്റാതിരിക്കാൻ വേണ്ടി അവളെ നേഴ്സായിട്ട് ഒഴിവാക്കിയതായിരുന്നു വീട്ടിൽ നിന്ന്. ശേഷം അവൻ കഴിക്കാൻ കൊണ്ടുപോയ ആ ഒരു ഉപ്പുമാവില് അവൾ വിഷം കലർത്തി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സദാശിവൻ ഇപ്പൊ മരിച്ചിരിക്കുന്നതെന്ന് ആ ഒരു അമ്മ പറയുന്നുണ്ട്. ഇത് കേട്ട് ഹരിണിയും ജാൻസിയും ഞെട്ടിയിരിക്കുകയാണ്. ഇപ്പൊ ഫാക്ടറിയിലാണെന്ന് വെച്ചാൽ വർക്കേഴ്സ് എല്ലാവരും ഒരു മെഷീന് ഷോക്ക് ഉണ്ടായിരുന്നു. ആ ഷോക്ക് അടിച്ചിട്ടായിരിക്കും സദാശിവൻ മരിച്ചതെന്ന് ഇങ്ങനെ ഒരു റൂമർ പറയുന്നുണ്ട്. ഇതെല്ലാം MD ആയിട്ടുള്ള പ്രകാശ് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ എന്തോ ഒളിപ്പിക്കുന്നത് പോലെ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കാണ്. ഈ MD ഒരു ക്യാബ് ഡ്രൈവറെ പിടിച്ചു വെച്ച് കൊല്ലുന്നത് അവൻ എന്തോ സ്വപ്നം കാണോ മറ്റോ ചെയ്യുന്നുണ്ട്.
അവൻ അതുകൊണ്ട് തന്നെ അവന്റെ അച്ഛന്റെ സുഹൃത്തായിട്ടുള്ള ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട് പോവാണ്. പ്രകാശിന് ഒരു കുഴപ്പമുണ്ട്. ആരെങ്കിലും പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ നോക്കി നിൽക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ക്യാബ് ഡ്രൈവർ അങ്ങനെ അവന്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അയാളെ കൊല്ലും, എനിക്ക് കൊല്ലാനെല്ലാം തോന്നുന്നുണ്ടെന്ന് ആ ഒരു അങ്കിളിനോട് പ്രകാശ് പറയാണ്. അങ്കിൾ ആ സമയം നീ എന്തിനാണ് അങ്ങനെ കൊല്ലാൻ നിൽക്കുന്നത്, അത് അവന്റെ ഭാര്യയല്ല, അവൻ അടിച്ചോട്ടെ എന്ന് പറയാണ്. ഭാര്യയാണെന്ന് കരുതി അടിക്കാൻ പറ്റുമോന്ന് അപ്പൊ പ്രകാശൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ചായ കൊടുക്കാനായി ഈ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അസിസ്റ്റന്റ് അവിടേക്ക് വരുമ്പോ അവളുടെ കയ്യിൽ നിന്ന് അറിയാതെ ചായ തട്ടിപ്പോകുന്നുണ്ട്. ഈ അങ്കിള് ഈ ഒരു പെണ്ണിനെ അടിക്കുന്നത് കണ്ട് പ്രകാശിന് നല്ല ദേഷ്യം വരാണ്. തിരിച്ച് ഓഫീസിൽ വന്ന പ്രകാശ് അവന്റെ അച്ഛന്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് അച്ഛനെ പോലെ തന്നെയാണ് അച്ഛന്റെ ഫ്രണ്ടും, പെണ്ണുങ്ങൾ എങ്ങനെ ബഹുമാനിക്കണം എന്ന് അറിയില്ല എന്നെല്ലാം പറയുന്നുണ്ട്. അച്ഛൻ പണ്ട് അവന്റെ അമ്മയെ ഒരുപാട് തല്ലിയിട്ടുണ്ടായിരുന്നു, ആ ട്രോമ അവന്റെ മനസ്സിലുണ്ട്. പെണ്ണുങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആണെന്നും അവരെ ഉപദ്രവിക്കരുതെന്നാണ് അവന്റെ കൺസെപ്റ്റ്. ഇപ്പൊ ആ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന വീണ എന്ന് പറഞ്ഞ പെൺകുട്ടി അകത്തേക്ക് വരുമ്പോ അവൻ ഭയങ്കര ഡീസന്റ് ആവുന്നുണ്ട്. വീണയോടെല്ലാം അവള് നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ എന്തോ ഒരു മെഷീനറിക്ക് കേടുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ അത് നോക്കാനായിട്ട് പോവാണ്. സദാശിവനെ ായിരുന്നു ആ ഒരു വർക്കർ വന്നിരുന്നത്. എന്നാൽ സദാശിവൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ MD ആണ് അവിടേക്ക് പോകുന്നത്. പ്രകാശ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ഒരു വർക്കറിന്റെ കൈക്ക് അപകടം പറ്റുന്നുണ്ട്. ഇത് കണ്ട് സദാശിവൻ അവിടേക്ക് വന്നിട്ട് MD ആയിട്ടുള്ള പ്രകാശിനെ ഒരുപാട് ചീത്ത പറയാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചെന്ന് വെച്ചിട്ട് വലിയ ബുദ്ധിയും ബോധമാണെന്നാണ് വിചാരം, ഒരു കുന്തോ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഷൺമുഖം എന്ന് പറഞ്ഞ ഒരു നല്ല വർക്കർ അവിടേക്ക് വിളിച്ചിട്ട് ആ ഒരു മെഷീൻ ശരിയാക്കുന്നുണ്ട്. ഇതിന്റെ ദേഷ്യം പ്രകാശിന് നല്ല പോലെ തന്നെ ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയ പ്രകാശിനോട് അവന്റെ അമ്മ കാര്യം തിരക്കുന്നുണ്ട്. ഈ സദാശിവനും ഇവന്റെ അച്ഛന്റെ കൂട്ടുകാരൻ തന്നെയായിരുന്നു. ഈ കമ്പനി ഇത്രയും ഉയർച്ചയിൽ എത്താനുള്ള കാരണവും സദാശിവൻ തന്നെയാണ്. അയാളെ പറഞ്ഞയക്കാൻ പറ്റില്ല എന്നാണ് അമ്മ പറയുന്നത്. എന്നാൽ പ്രകാശിന് ഇത് കേട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ അമ്മക്ക് ഒരു കോള് വരാണ്. ആ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള അങ്കിള് മരിച്ചു എന്ന് പറഞ്ഞിട്ട് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സൈക്കാട്രിസ്റ്റിന്റെ ഭാര്യ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇവനെ കണ്ട് പേടിച്ച ആ ഒരു അസിസ്റ്റന്റ് പെണ്ണ് ഓടി പോകുന്നുണ്ട്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് അയാൾ മരിച്ചു പോയതെന്നാണ് അവരെല്ലാവരും പറയുന്നത്. സദാശിവൻ വാണി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു എന്ന് MD അറിയുന്നുണ്ട്. അതെന്തിനാണ് എന്നോട് ചോദിക്കാതെ തീരുമാനം എടുത്തതെന്നും പറഞ്ഞ അവൻ സദാശിവനെ ഒരുപാട് ചീത്ത പറയാണ്. മാത്രല്ല നാളെ തന്നെ ഇതിന്റെ ഇന്റർവ്യൂ ചെയ്യണമെന്നും പറയുന്നുണ്ട്. പിറ്റേ ദിവസം സദാശിവൻ MDയോട് ഇതുപോലെ ഹരിണി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. വീണയെ കാണാൻ വേണ്ടി പ്രകാശ് അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവളെ കാണാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ വീണ്ടും ഒരു മെഷീനറിക്ക് എർത്ത് ഉണ്ടെന്നും പറഞ്ഞ് ഷൺമുഖിനെ വിളിച്ച് ശരിയാപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ സദാശിവൻ MD കിട്ടുമെന്ന് കുത്തുന്നുമുണ്ട്. ഇത് കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്നപ്പോഴാണ് ദിലീപിനെ വിളിച്ച് പ്രകാശ് നിനക്ക് ഞാൻ പ്രമോഷൻ തരാമെന്നും സദാശിവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നെല്ലാം പറഞ്ഞത്. ഈ ഒരു ദേഷ്യത്തില് മെഷീൻ റൂമിൽ ഉണ്ടായിരുന്ന സദാശിവന്റെ അടുത്തേക്ക് പോയി അവൻ തൊട്ടു നിൽക്കുന്ന ആ ഒരു മെഷീൻ ഓൺ ചെയ്ത് ഷോക്ക് അടിപ്പിച്ച് പ്രകാശ് കൊന്നുകളയാണ്. ഇതെല്ലാം ഈ സമയത്ത് പ്രകാശ് ആലോചിക്കുന്നതായിരുന്നു. എർത്തുള്ള ആ ഒരു മെഷീനിൽ തൊടാൻ നിന്ന വർക്കേഴ്സിനെ ചീത്ത പറഞ്ഞ് പ്രകാശ് അവിടെ നിന്ന് അയക്കുന്നുണ്ട്. സദാശിവന്റെ ബോഡി അവന്റെ വണ്ടി തന്നെ കൊണ്ടുപോകാമെന്നാണ് വർക്കേഴ്സ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ വണ്ടി ഇടുന്ന സ്ഥലത്ത് പോയി നോക്കുമ്പോ വണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല. വണ്ടി ആരാണ് കൊണ്ടുപോയതെന്ന് നോക്കുമ്പോ അത് ഷൺമുഖനായിരുന്നു. ഷൺമുഖൻ ആ ഒരു ഫാക്ടറിയിലെ നല്ലൊരു മെക്കാനിക് ആണ്. അവൻ പക്ഷെ ആരോടും തന്നെ ഒട്ടും തന്നെ മിണ്ടിലായിരുന്നു. അവന്റെ മനസാക്ഷി എപ്പോഴും അവന്റെ കൂടെ തന്നെയാണ് ഉള്ളത്. അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു മനസാക്ഷിയും സാക്ഷിയായിരുന്നു. ഷൺമുഖൻ മെഷീൻസ് എല്ലാം ശരിയാക്കുന്ന നേരത്ത് സദാശിവൻ അവൻ എപ്പോഴും കൊണ്ടുവരാറുള്ള ഒരു ജ്യൂസിനെ പറ്റി പറയുന്നുണ്ട്. ആ ജ്യൂസ് എന്നും കൊണ്ടുവരാനായിട്ടും പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു സദാശിവനും ഷൺമുഖൻ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതെന്താന്ന് ഇപ്പൊ വ്യക്തമാക്കുന്നില്ല. എന്നാൽ ഏത് സമയവും ഷൺമുഖനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് സദാശിവൻ ഇരിക്കുന്നത്. ഓഫീസില് വാണി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനോട് ഷൺമുഖൻ ഒരു കണ്ണുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീടിനടുത്തുള്ള ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണുണ്ട്. ആ പെണ്ണിനും ഷൺമുഖന് ഒരു നോട്ടമുണ്ടായിരുന്നു. അവന്റെ മനസാക്ഷി ആ പെണ്ണിനായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുമെന്ന് പറയുന്നുണ്ടെങ്കിലും അവനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അവൾ അവന്റെ അടുത്തേക്ക് വന്നാൽ പോലും അവൻ ഒഴിഞ്ഞു മാറി പോകലാണ് പതിവ്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവനക്ക് ഒരു ധൈര്യക്കുറവ്. അങ്ങനെയാണ് ഒരു ദിവസം വഴിയിലൂടെ പോകുന്ന ഒരു പെൺകൊച്ചിന്റെ അച്ഛൻ വഴിയിൽ വീട് കിടന്നിട്ട് ആ പെണ്ണിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൺമുഖൻ ആ ഒരു അച്ഛനെയും പിടിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നത്. ആ സമയത്താണ് ഹോസ്പിറ്റലിൽ വെച്ച് ഹരിണിയെയും അവൻ കണ്ടു നിന്ന് നോക്കുന്നത്. ആ സമയത്ത് അവന്റെ മനസാക്ഷി പറയുന്നുണ്ട് ഒരെണ്ണത്തിനെ വളയ്ക്കാൻ നോക്കുമ്പോ മറ്റേതിനെ നോക്കല്ലേ എന്ന്. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ആ വയ്യാണ്ടായ ആള് ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവായിരുന്നു എന്നുള്ളത്. ഒരു ദിവസം തന്റെ അമ്മായിമ്മ വീട്ടിലില്ലാന്നും പറഞ്ഞ ആ ഒരു അയൽവക്കത്തുള്ള പെണ്ണ് ഷൺമുഖനെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്. ആ ഒരു റൂമിൽ നിൽക്കുന്ന സമയത്ത് ആ ഒരു അമ്മായിയമ്മ അവിടേക്ക് വരുന്നുണ്ട്. ഷൺമുഖനും അവിടെ നിന്ന് ഓടിപ്പോകാണ്. അവന്റെ മനസാക്ഷിയാണ് ഇതിനെല്ലാത്തിനും അവനക്ക് കൂട്ടു നിൽക്കാറുള്ളത്. ഈ മനസാക്ഷി ആദ്യം വന്ന സമയത്ത് അവൻ ഒരുപാട് അതിനെ തല്ലിക്കൊല്ലാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ മനസാക്ഷിയല്ലേ, നീ എന്നാണോ മരിക്കുന്നേ അന്നേ ഞാൻ പോകുള്ളൂ എന്നാണ്
ആ മനസാക്ഷി പറയുന്നത്. ഇങ്ങനെ ഒരു ദിവസം ഒരു മെഷീൻ കേടായപ്പോ സദാശിവൻ അത് ശരിയാക്കാനായിട്ട് എവിടേക്കോ പോകാനായിട്ട് ഷൺമുഖനോട് പറയുന്നുണ്ട്. അവന്റെ ബൈക്കോ കാറോ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് സദാശിവന്റെ കാർ എടുത്തിട്ട് പൊക്കോളാൻ അയാൾ പറഞ്ഞുകൊണ്ട് തന്നെ ഷൺമുഖൻ ആ ഒരു കാർ എടുത്ത് പോകുന്ന സമയത്താണ് ഹരിണിക്ക് ആക്സിഡന്റ് പറ്റുന്നത്. ഹരിണിയെ ശരിക്കും എടുത്തുകൊണ്ട് പോയത് ഷൺമുഖനായിരുന്നു. ഷൺമുഖൻ അവളെയും കൊണ്ട് അവന്റെ മനസാക്ഷി പറഞ്ഞതനുസരിച്ച് ഒരു ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവളെ റേപ്പ് ചെയ്യാമെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു മനസാക്ഷി അപ്പൊ രണ്ടായിട്ട് തിരിയാണ്. ഒന്ന് നല്ലതും ഒന്ന് ചീത്തയും. നല്ലത് അവനോട് ഇതൊന്നും ചെയ്യണ്ട, അവളെ ഹോസ്പിറ്റലിലാക്കെന്ന് പറയുന്നുണ്ട്. അവൾക്ക് നിനക്ക് അവളെ അറിയില്ല, ഇതാണ് കിട്ടിയ ചാൻസ്, നീ ചെയ്യാനായിട്ട് പറയാണ്. അവസാനം ചീത്ത പറയുന്നത് അവനനുസരിച്ച് അവളെ റേപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ശരിക്കും അന്ന് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിനുശേഷം രാത്രിയാണ് ഈ സദാശിവന്റെ മരണത്തിന് ശേഷം ദിലീപൻ ആ ഒരു സെയിം ബിൽഡിങ്ങിൽ തന്നെ പോയിരുന്നത്. പോലീസുകാർ അവനെ തപ്പി അവിടേക്ക് വന്നതും ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് അവനക്കൊരു ID കാർഡ് കിട്ടുന്നുണ്ട്. അത് അവന്റെ ID കാർഡ് ആയിരുന്നു. അന്ന് കൂട്ടുമുട്ടിയ സമയത്ത് അവരുടെ രണ്ടുപേരുടെ ID കാർഡുകൾ തമ്മിൽ മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഷൺമുഖൻ അവിടേക്ക് വന്നിട്ടുണ്ടാവണം. എന്തിനായിരിക്കും ഷൺമുഖൻ അവിടേക്ക് വന്നതെന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ ആ സ്ഥലത്തേക്ക് പോലീസുകാരൻ വരുന്ന കണ്ട് അവനും പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് നോക്കുന്നുണ്ട്. പോലീസുകാരൻ അവനെ പിടിച്ച് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാണ്. അവന്റെ ഭാര്യ അവനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലെത്തിയ ദിലീപൻ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മയാണെന്ന് വെച്ചാൽ താൻ ഉപ്പുമാവില് വിഷം കലർത്തി വെച്ച് സദാശിവനെ കൊന്ന കാര്യം പോലീസുകാരെങ്ങാനും അറിഞ്ഞ് തന്നെ പിടിക്കാനായിട്ട് ഇവിടെ വരുമെന്ന് പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ ജാൻസിയും ഹരിണിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും വരില്ല, ടിവിയിൽ അതിനെ പറ്റി ഒന്നും പറയുന്നു പോലും ഇല്ല എന്നൊക്കെ. പ്രകാശിന്റെ അമ്മക്ക് ഇപ്പോ അവനാണ് എല്ലാവരെയും കൊന്നിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സദാശിവനെയും അവൻ തന്നെ ആയിരിക്കും കൊന്നിരിക്കുന്നത് എന്നാണ് അമ്മ വിചാരിക്കുന്നത്. താൻ എന്ത് തെറ്റ് ചെയ്താലും അച്ഛനെ സംരക്ഷിച്ച പോലെ അമ്മ എന്നെയും സംരക്ഷിക്കുമെന്ന് എനിക്കറിയാമെന്ന് പ്രകാശ് പറയുന്നുണ്ട്. പിറ്റേ ദിവസം ദിലീപൻ വർക്കിന് വരുന്ന സമയത്ത് സെക്യൂരിറ്റിയുടെ കയ്യില് ഷൺമുഖന്റെ ആ ഒരു ID കാർഡ് നിലത്ത് നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുന്നുണ്ട്. ഷൺമുഖൻ ഇപ്പൊ അവന്റെ ID കാർഡ് കാണാതെ ആ ഒരു ബിൽഡിങ്ങിൽ വന്ന് അന്വേഷിക്കുകയാണ്. അവനക്ക് കണ്ടു കിട്ടുന്നില്ല. പ്രകാശ് പറഞ്ഞ പോലെ തന്നെ ദിലീപന് GM ആയിട്ട് പ്രമോഷൻ കിട്ടുന്നുണ്ട്. സദാശിവൻ ഇപ്പൊ മരിച്ചല്ലോ. അതുപോലെ തന്നെ സദാശിവന്റെ അവസാന ആഗ്രഹമായിരുന്നു ഹരിണിയെ ഇവിടെ ജോലിക്ക് എടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ നാളെ തന്നെ അവളോട് വന്ന് ജോയിൻ ചെയ്യാൻ പറയാനായിട്ട് MD ദിലീപനോട് പറയുന്നുണ്ട്. ദിലീപനും അവളെ വിളിച്ച് നാളെ തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. സദാശിവന്റെ കാറും കൊണ്ട് ഇപ്പോ ഷൺമുഖൻ ഓഫീസിലെത്താണ്. എപ്പോഴും സദാശിവൻ പറയാറുള്ള ആ ഒരു ജ്യൂസ് അവൻ ടാബ്ലിൽ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് അവൻ മരിച്ചു പോയെന്നുള്ള വിവരം ഷൺമുഖൻ അറിയുന്നത്. ഷൺമുഖൻ ആ ഒരു ജ്യൂസ് എടുത്തുകൊണ്ട് വന്ന് വാഷ് ബേസിനിൽ കൊട്ടിക്കളയാണ്. അതിൽ അവൻ എന്തോ കലക്കിയിട്ടുണ്ടായിരുന്നു സദാശിവനെ കൊല്ലാനായിട്ട്. അത് മാത്രമല്ല അവന്റെ കയ്യിലുണ്ടായിരുന്ന മെർക്കുറി അവന് കുഴിച്ചിടാണ്, അത് ആർക്കും കിട്ടാതെ ഇരിക്കാൻ വേണ്ടി. ഹരിണി ഇപ്പൊ ജോലിക്ക് വരുന്നുണ്ട്. സദാശിവൻ മരിച്ച കാര്യം അവൾ അറിയുന്നുണ്ട്. അവൾ അതിനെപ്പറ്റി നന്നായി തന്നെ ആലോചിക്കുകയാണ്. ഫാക്ടറിയില് വർക്കിന് വേണ്ടി എത്തിയിരിക്കുന്ന ഹരിണിയെ ഷൺമുഖം കാണുന്നുണ്ട്. അവന്റെ കണ്ണ് നിറഞ്ഞു പോകാണ്. ക്യാന്റീനിന്റെ ഭാഗത്തായിട്ട് കുറച്ച് മെർക്കുറി കിടക്കുന്നത് 2 വർക്കേഴ്സ് കാണുന്നുണ്ട്. അത് ശരീരത്തിന് വലിയ കേടാണെന്നും പതുക്കെ ഒരാളുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ തലച്ചോറ് വരെ പ്രവർത്തിക്കാതെ മരിച്ചു പോകുമെന്നെല്ലാം പറയുന്നുണ്ട്. ഒരുപാടായാലാണ് പ്രശ്നം. അതുപോലെ തന്നെ ഹരിണി അറിയുന്നുണ്ട് സദാശിവന്റെ കാറ് ഇത്ര ദിവസം ഷൺമുഖം എന്ന് പറഞ്ഞ ഒരു വർക്കറുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. ഷൺമുഖൻ ആരാണെന്ന് നോക്കാനായിട്ട് അവൾ അന്വേഷിച്ച് ഹരിണി പോകുന്നുണ്ട്. ആ സമയത്ത് അവൻ കെട്ടിത്തൂങ്ങി മരിച്ച നിലയിലാണ് അവൾ കാണപ്പെടുന്നത്. അവൾക്കപ്പം മനസ്സിലാവുന്നുണ്ട് തന്നെ റേപ്പ് ചെയ്തത് ഷൺമുഖനാണെന്നും ആ ഒരു കുറ്റബോധത്തിലാണ് അവൻ തൂങ്ങി മരിച്ചതെന്നും. ബാക്കി വർക്കേഴ്സ് എല്ലാവരും പറയുന്നത് സദാശിവനും ഷൺമുഖനും തമ്മിൽ നല്ല ബന്ധമായിരുന്നല്ലോ, അവനക്ക് സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവൻ കെട്ടിത്തൂങ്ങിയതെന്ന്. എന്നാൽ കൂട്ടത്തിലുള്ള ചിലര് പറയുന്നുണ്ട് അവൻ അങ്ങനെ കെട്ടിത്തൂങ്ങാനായിട്ട് വഴിയില്ല. സദാശിവൻ ഷൺമുഖനെ പറ്റി നല്ലതാണ് പറയുന്നതെന്നുണ്ടെങ്കിലും ഇവര് തമ്മിൽ ഒരു പ്രശ്നമുണ്ട്. സദാശിവന്റെ മകളെ കല്യാണം ആലോചിച്ച് ഷൺമുഖം പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ സദാശിവൻ അവനെ നാണം കെടുത്തി അയക്കാണ് ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും അവർ തമ്മിൽ നല്ല ഒരു ബന്ധമായിരുന്നില്ല എന്ന്. ആക്ച്വലി ഷൺമുഖൻ എന്തിനാണ് മരിച്ചതെന്ന് പറയാതെ ഈ ഒരു കഥ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആരായിരിക്കും ശരിക്കും ഈ ഒരു സദാശിവനെ കൊന്നിട്ടുണ്ടാവുക? ഇവരുടെ എല്ലാവർക്കും ഉള്ള പകയിനേക്കാളും കൂടുതൽ സദാശിവനോട് പകയുള്ളത് ഷൺമുഖന് തന്നെ ആയിരുന്നില്ലേ? ഇവര് 4 പേരും വിചാരിച്ചിരിക്കുന്നത് ഇവരാണ് സദാശിവനെ കൊന്നതെന്നാണ്. 4 പേരുടെ ഉള്ളിലും അതാണ് കിടക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കല്ലേ. താങ്ക്